ഹൈദരാബാദിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി മാധവി ലത പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം സ്ത്രീകളുടെ മുഖപടം മാറ്റി പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ വിവാദത്തിൽ. ID കാർഡ് വാങ്ങി പരിശോധിക്കുന്ന മാധവി ലത അതിനുശേഷം അവരുടെ മുഖം കാണിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ? ഈ തീവ്ര ചിന്താഗതിക്കാരുടെ ഇഷ്ട നേതാവായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി മത്സരിക്കുന്ന ഹൈദരാബാദ് മണ്ഡലത്തിലെ അവർക്കെതിരെ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊമ്പല്ല മാധവി ലത എന്ത് ചെയ്താലും ഇവിടെയുള്ള മാധ്യമങ്ങൾ മാത്രം വലിയ വിവാദം എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. മീഡിയ വൺ മുതൽ അങ്ങ് കാനഡയിൽ നിന്ന് വരെ ആളുകൾ ആവേശത്തിൽ ഈ വാർത്ത വിവാദം 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ എന്ത് വിവാദമാണ് ഉള്ളത്? കൊമ്പല്ല മാധവി ലത എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നിക്കാബ് ധരിച്ച് വന്ന പോളിംഗ് ബൂത്തിലെത്തിയിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഐഡിയുമായിട്ട് ആരാണ് വന്നത്? ഒക്കെ പോട്ടെ, കൊമ്പല്ല മാധവി ലതയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ നിക്കാബൊക്കെ ധരിച്ചിട്ട് കണ്ണ് മാത്രമായിട്ട് വരുന്ന ആളുകൾ അതാണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്കാർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആരാ വന്നത് എന്ന് അതിന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കൊമ്പല്ല മാധവി ലത ഒരാളുടെയും നിക്കാബ് പൊക്കിയതല്ല, ഒരു സ്ത്രീയാണ് ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവരവരുടെ ID കാർഡ് നോക്കുമ്പോൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ പൊക്കിയിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നത്. ഇതിലെന്ത് വിവാദമാ? ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് വോട്ട് ചെയ്തത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു, സംസാരിച്ചു. അതിവിടെ വലിയ വിവാദം. ദേശീയ മാധ്യമങ്ങളിലോ മറ്റൊരു സ്ഥലങ്ങളിലും ഇതൊരു വിവാദമാണെന്ന് പറഞ്ഞ് വാർത്ത പോലുമില്ല. അത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന ഒരു വിഷയമാണ്. ഒരു ഇടത് നേതാവ് ഇത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതുവാ. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് വലിയ ആവേശത്തിൽ ഇവിടെ വിവാദം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ നിക്കാബ് ധരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ആ ഒരു ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം ഇസ്ലാമിൽ ഇതൊരു നിർബന്ധിത നിയമമല്ല ഈ നിക്കാബ് ധരിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ ആദ്യമേ തന്നെ പറയാം, നിക്കാബ് എന്ന് പറയുന്നത് മുഖം മറയ്ക്കുക, ഹിജാബ് എന്ന് പറയുന്നത് തലമറയ്ക്കുക. ഇതുപോലും അറിയാത്ത കുറേ മരമൊണ്ണകൾ കിടന്ന് ചാടുന്നത് പല കമൻറ്റ് ബോക്സുകളിലും കാണാറുണ്ട്. ഈ നിക്കാബ് വെറുതെ വിളിച്ചു പറയുന്നല്ല, ഈ നിക്കാബ് നിർബന്ധമല്ല എന്നൊന്നും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ നിക്കാബ് നിരോധിച്ചിട്ടുണ്ട് പബ്ലിക്കലി ഇഷ്യൂ കാരണം. ടൊണീഷ്യ, അതേപോലെ തന്നെ തജക്കിസ്ഥാൻ, മൊറോക്കോ, ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം ഭരണാധികാരികളുള്ള രാജ്യത്ത് ഈ നിക്കാബൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ മോശം മുസ്ലിങ്ങളാണെന്നാണോ ഇവിടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന? ഒക്കെ പോട്ടെ, ഈ നിക്കാബ് വലിയ ആവേശമായിട്ട് പറയുന്ന ആളുകളൊക്കെ നിക്കാബ് ധരിച്ചാണ് ഇവിടെ മാധ്യമങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത്. അല്ല, ഈ നിക്കാബ് ധരിക്കാത്ത ഇവിടെയുള്ള സകല മുസ്ലിങ്ങളും മോശമാണെന്നാണ് അല്ലെങ്കിൽ ഇവർ വിളിച്ചു പറയുന്നത്. വലിയ പ്രശ്നമായിട്ടാ ഈ യഥാർത്ഥത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഈ നിക്കാബ് ധരിച്ച് രംഗത്ത് വരുന്നത് നിരോധിക്കുക തന്നെ ചെയ്യണം. കാരണം അത് വലിയ ഈ സുരക്ഷാ ഭീഷണി കൂടിയാണ്. വെറുതെ പറയല്ല, നമുക്ക് തന്നെ അറിയാം. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എറണാകുളം കൊച്ചിയിൽ ലുലു മാളിൽ ഒരു വിഷയമുണ്ടായിരുന്നു. അതായത് ബാത്റൂമിലേക്ക് ഈ നിക്കാബൊക്കെ ധരിച്ചുകൊണ്ട് ഒരു പുരുഷനായിട്ടുള്ള വ്യക്തി കടന്നു കയറി. അവിടെയുള്ള ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ആൾക്ക് പോലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പൊക്കി നോക്കാൻ സാധിക്കുമോ? വലിയ വിവാദമായിരിക്കുമല്ലോ നമ്മുടെ കേരളത്തിൽ. എന്നിട്ട് അത് പിടിക്കുക, ഉള്ളിലുള്ള സ്ത്രീകൾ തന്നെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത വാർത്തകൾ നിരന്തരം വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെയൊക്കെ തന്നെ അമ്മമാരും പെങ്ങന്മാരൊക്കെ തന്നെ ഈ പോകുന്ന പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ നിക്കാബൊക്കെ ധരിച്ച ആണുങ്ങളാണോ അല്ലെ വേറെ ആരാണോ ഇനി എന്തെങ്കിലും കൊണ്ടുവന്നതാണെന്നൊക്കെ എങ്ങനെയെങ്കിലും അറിയാൻ സാധിക്കും. ഇതൊക്കെ ധരിച്ചു വരുന്ന ആളുകളെ കാണുമ്പോൾ ഈ നിക്കാബൊക്കെ നിരോധിക്കുക തന്നെ ചെയ്യണം. ഇത് ഒക്കെ പോട്ടെ, ഈ പർദ്ദ പോലും 25 വർഷം പിന്നിലേക്ക് പോയി നോക്കിയാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളൊന്നും പർദ്ദയല്ലായിരുന്നു ധരിക്കല്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് കൃത്യമായിട്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള പല ലക്ഷ്യങ്ങളുള്ള ആളുകൾ വളരെ വലിയ രീതിയിൽ ഒരു വിഭാഗത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമുള്ള ആളുകളാ ഈ ഡ്രസ്സും ഈ നിക്കാബും സകലതും ഇവിടെ
കൊണ്ടുവന്നത് എന്നുള്ളതിൽ ബോധമുള്ള ഒരാൾക്കും ഒരു തർക്കവുമില്ലാത്ത ഒരു വിഷയം തന്നെയാണ്. ഈ കൊമ്പല്ല മാധവീലത എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരു പോളിംഗ് ബൂത്തിലൊക്കെ എത്തിയിട്ട് ഇതുപോലെ ചെയ്യോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സ്വയം ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് വോട്ടാണെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്നല്ലേ ഏതൊരു പാർട്ടിയും ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടൊരു വിഷയം ആരെങ്കിലും ഉണ്ടാക്കോ, എന്തെങ്കിലും വിവാദം എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കുക.